ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. വിശ്വാസ ജീവിതം അനർഗളമായ ഒരു പ്രവാഹമല്ല. വിശ്വാസത്തിൻ്റെ ഒരു ബിന്ദുവിൽ നിന്ന് അടുത്ത ബിന്ദുവിലേക്ക് നമ്മുടെ ജീവിതം പ്രവഹിക്കുന്നതിനിടയ്ക്ക് ഒരു ശൂന്യതാ സ്ഥലമുണ്ട്, വിശ്വാസ നിഷേധത്തിൻ്റെ ഒരു സ്ഥലമുണ്ട്. റോമർ 8:1 നമ്മോട് പറയും, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. സാധാരണ ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ വിശ്വാസത്തിലാണല്ലോ, അപ്പോൾ പിന്നെ ഇനി നമുക്ക് ശിക്ഷാവിധി ഇല്ലല്ലോ എന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുടെ കമൻ്റായി വന്നത്, ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, വിശ്വസിക്കുമ്പോൾ എല്ലാം ശരിയാകുമെന്നാണ്, പിന്നെ അതിന് മാറ്റം ഉണ്ടാകില്ലെന്നാണ്. യാക്കോബ് ശ്ലീഹ 2:17 മുതൽ 20 വരെ തിരുവചനങ്ങളിൽ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണ്. വിശ്വാസം എന്നത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നും ജീവിത പ്രവൃത്തികളെയും ജീവിത പ്രയോഗങ്ങളെയും എങ്ങനെയാണ് വ്യത്യസ്തമാക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. പിശാചുക്കൾ ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നു. യാക്കോബ് ശ്ലീഹ അത് പറയുന്നുണ്ട്. ദൈവം ഏകനാണെന്ന് പിശാചുക്കളും വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. നമുക്കത്രയൊന്നും ഭയമില്ല ദൈവത്തെക്കുറിച്ച്, പക്ഷേ പിശാചുക്കൾ ഭയന്ന് വിറയ്ക്കുന്നു, പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളിലൂടെ പുരോഗമിക്കുക എന്നൊരു കാര്യം പ്രധാനപ്പെട്ടതാണ്. അത് ജീവിത പ്രയോഗം വഴിയേ സാധ്യമാവും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരും ഒറ്റ മനുഷ്യരല്ല, ജീവിച്ചിരുന്നവരും മരിച്ചുപോയവരുമായ ഒരു വലിയ സമൂഹമാണ് മനുഷ്യൻ എന്നത്. ആ മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നങ്ങളെ ജീവിത പ്രയോഗത്തിൽ ക്രിസ്തുവിശ്വാസത്തെ സന്നിവേശിപ്പിക്കുക വഴിയാണ് നമുക്ക് പരിപൂർണതയിലേക്ക് നയിക്കാൻ കഴിയുക. അവിടെയാണ് വിശുദ്ധരുടെ മാധ്യസ്ഥവും സഹായവും ഒക്കെ നമ്മെ സ്വാധീനിക്കുന്നത്. യേശുവാണ് ഏക മധ്യസ്ഥൻ, അത് തർക്കമുള്ള വിഷയമൊന്നുമല്ല. പിന്നെ എന്തിനാണ് വിശുദ്ധരോടൊരു മാധ്യസ്ഥം? വിശുദ്ധരോടുള്ള മാധ്യസ്ഥം എങ്ങനെയാണ് ജീവിതത്തിൽ ഗുണകരമായി മാറുക? എന്തിനാണ് വിശുദ്ധരോട് മാധ്യസ്ഥം വഹിക്കേണ്ടത്? അങ്ങനെ മാധ്യസ്ഥം വഹിക്കുന്നത് ഏത് രീതിയിലാകണം എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ നമുക്കുണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും ഈ ധാരണകൾ തെറ്റിപ്പോകുന്നത് കൊണ്ടാണ് നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കുക. ഒന്ന്, വിശുദ്ധരോട് മാധ്യസ്ഥം ആവശ്യമില്ലെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം. കാരണം യേശു ക്രിസ്തുവിനോട് പറഞ്ഞാൽ മതിയല്ലോ, യേശു ഏകരക്ഷകനാണല്ലോ, യേശു ആണല്ലോ ഏക മധ്യസ്ഥൻ, വേറെ മധ്യസ്ഥൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതുന്നവർ. അതേസമയം ജീവിതത്തിൽ തങ്ങൾക്ക് ക്രിസ്തുവിനോട് ഐക്യപ്പെടാനായി ഒരു വിശുദ്ധൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന് കരുതുന്നവർ. ഈ രണ്ട് പേരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യേശു ഏകമധ്യസ്ഥനാണ് എന്നതിലൊരു തർക്കമില്ല. എന്താണ് മാധ്യസ്ഥം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ലാണ്ട് പോകുമ്പോഴാണ് വിശുദ്ധയുടെ മാധ്യസ്ഥം ആവശ്യമില്ല, യേശു മാത്രം മതി എന്നൊരു നിലപാടിലേക്ക് നമ്മൾ എത്തുക. യേശു ദൈവത്തെയും മനുഷ്യനെയും കൂട്ടിച്ചേർക്കുന്നയാളാണ്, അനുരഞ്ജിപ്പിക്കുന്നയാളാണ്. അതിനിടയ്ക്ക് വേറൊരാളുടെ ആവശ്യമില്ല. യേശു ഒരേ സമയം മനുഷ്യനും ഒരേ സമയം ദൈവവുമായിരിക്കുന്നതിൻ്റെ പ്രാധാന്യവും അതുതന്നെയാണ്. യേശുവിന് മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ കഴിയും, യേശുവിന് ദൈവത്തെ ചേർത്ത് പിടിക്കാൻ കഴിയും. ദൈവവും മനുഷ്യനും യേശുവിൽ സമ്മേളിക്കുന്നത് കൊണ്ട് മനുഷ്യനെ ഉൾക്കൊള്ളാനും അതേസമയം ദൈവമായിരിക്കാനും ക്രിസ്തുവിന് കഴിയും. അപ്പോൾ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ഈ ചേർന്നിരിപ്പ് എത്രത്തോളം ബലവത്താണ്? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ലെന്നാണ് പറഞ്ഞത്. ഐക്യപ്പെട്ടിരിക്കുക എന്ന് വെച്ചാൽ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്, നിരന്തരതയുള്ള കാര്യമാണ്. ഐക്യപ്പെടുന്നവർക്കെന്നല്ല പറഞ്ഞത്, ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക്, ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. മരണം വരെ ജീവിതത്തിൽ മുഴുവനും ക്രിസ്തുവിനോടുള്ള ഐക്യം നിലനിർത്തി പോകാൻ കഴിയുക എന്നത് ജീവിത പ്രവൃത്തികൾ കൊണ്ട് പ്രയോഗിക്കാൻ കഴിയുമ്പോഴാണ് നാം ആ സ്ഥിതിയിൽ എത്തിച്ചേരുക. അത്ര എളുപ്പമുള്ള കാര്യമല്ല. യേശുവാണ് നമ്മളെ ദൈവവുമായി ബന്ധിപ്പിക്കുന്നത്, ഏകമധ്യസ്ഥൻ. പക്ഷേ നമുക്ക് സഹായം ആവശ്യമുണ്ട്. നമ്മളെ സഹായിക്കാൻ ആർക്ക് കഴിയും? നമ്മുടെ മുൻപിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ അനുവർത്തിച്ച, യേശുവിനെ അനുഗമിച്ച, ക്രിസ്തുവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ജീവിത പ്രയോഗം വഴി അത് വെളിപ്പെടുത്തിയ വിശുദ്ധാത്മാക്കളുണ്ട്. ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച ആളുകൾ, അവരുടെ ജീവിതത്തിലുണ്ടായ കഷ്ടതകളെയും ക്ലേശങ്ങളെയും സഹനങ്ങളെയും ഒക്കെ ക്രിസ്തുവിൽ അവർക്ക് പുണ്യമാർഗമായി കാണാൻ പറ്റി. അവർ ക്രിസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു സുഹൃത മാതൃക, യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട സുവിശേഷ മാതൃകയുടെ ഏതെങ്കിലും ഒരംശം ജീവിതത്തിൽ പകർത്തിയവരാണ് വിശുദ്ധാത്മാക്കൾ. അനുസരണമാകാം, ക്ഷമയാകാം, കാരുണ്യമാകാം, സ്നേഹമാകാം, നിരവധിയായ മാർഗങ്ങളിലൂടെ ക്രിസ്തുവിനെ പിൻചെന്നവർ. അങ്ങനെ പിൻചെന്ന ആളുകൾ നമ്മളെ സഹായിക്കാനായി ഉണ്ടാകുമെന്നത് ഒരു പ്രതീക്ഷയാണ്. ഇപ്പം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാവുന്നത്, 2 മരക്കട്ടകൾ തമ്മിൽ ഒട്ടിക്കുകയാണെന്നിരിക്കട്ടെ. ആ മരക്കട്ടയുടെ നടുക്ക് നമ്മൾ പശയിടും, എന്നിട്ട് 2 വയസ്സുകൊണ്ട് സമ്മർദ്ദപ്പെടുത്തി കൂടുതൽ ചേർത്ത് ഈ 2 മരക്കട്ടകളെ തമ്മിൽ ഒട്ടിക്കും. അതിലൊരു മരക്കട്ട നമ്മളും ഒരു മരക്കട്ട ദൈവമാണെന്നിരിക്കട്ടെ. ഇടയ്ക്ക് ഇട്ടിട്ടുള്ള പശയാണ് യേശു.
ആ പശയ്ക്ക് ഒട്ടിക്കാനുള്ള കഴിവുണ്ട്. ആ പശ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവോ അത്രത്തോളം ആ രണ്ട് മരക്കട്ടകൾ തമ്മിൽ ഒട്ടിച്ചേരും. എന്നാൽ ഈ മരക്കട്ടകളെ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ അത് ദൃഢവത്താകണമെങ്കിൽ, ആ ബന്ധം സ്ഥിരമാകണമെങ്കിൽ, ബലത്തിലാകണമെങ്കിൽ ഒരു സമ്മർദ്ദം കൊടുക്കേണ്ട ആവശ്യം വരും. ഇപ്പോഴാണ് രണ്ട് സൈഡിൽ നിന്ന് രണ്ട് വയസ്സ് ഉപയോഗിച്ച് നമ്മളതിനെ മുറുക്കി ചേർത്ത് വയ്ക്കും. അങ്ങനെ ചേർത്ത് വയ്ക്കുന്ന ഈ പ്രവൃത്തി ചെയ്യാനായിട്ട് ഈ രണ്ട് സൈഡിൽ നിന്ന് നാം പ്രയോഗിക്കുന്ന ബലമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം. അപ്പോൾ വിശുദ്ധരുടെ മാധ്യസ്ഥം അവരുടെ പുണ്യജീവിത യോഗ്യത കൊണ്ട് ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് ജീവിച്ചത് കൊണ്ടുള്ള ബലമാണ്. ആ സുഹൃതങ്ങൾ നശിച്ചു പോകുന്നില്ല, ഒരു സുഹൃതവും നശിക്കുന്നില്ല. ആ സുഹൃതം നമ്മെ ചേർത്ത് വയ്ക്കും. ഇനി നമ്മൾ ആരാണെന്നാണ് നമ്മൾ പറയുക? നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്നത് നമ്മൾ മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ ദൃശ്യതയിലുള്ള നമ്മൾ മാത്രമല്ലല്ലോ. മരിച്ചുപോയ ആളുകളുണ്ട്. ആ മരിച്ചുപോയ ആളുകളിൽ തന്നെ ശുദ്ധീകരണാത്മാക്കളുണ്ട്. ഒപ്പം തന്നെ വിശുദ്ധാത്മാക്കളുമുണ്ട്. സഹന, സമര, വിജയസഭകൾ എന്നിവ കൂടിച്ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സഭ സമ്പൂർണ്ണമാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മരിച്ചുപോയവരൊക്കെ ഇല്ലാണ്ടായെന്നല്ലല്ലോ വിശ്വസിക്കണേ. അവരൊക്കെ കർത്താവിൻ്റെ അടുത്തേക്ക്, കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ, കർത്താവിലേക്ക് പോയവർ എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ കർത്താവിലേക്ക് പോയ ആളുകൾക്ക് അസ്തിത്വമുണ്ടെങ്കിൽ, അദൃശ്യലോകത്ത് അവർ ക്രിസ്തുവിൽ ഒന്നാണെങ്കിൽ നിശ്ചയമായിട്ടും അദൃശ്യലോകവുമായി നമ്മെ ബന്ധപ്പെടുത്താൻ ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്നത് ഈ വിശുദ്ധാത്മാക്കൾക്കാണ്. കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ ജീവിത ഓർമ്മകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. യേശുക്രിസ്തു 2000 വർഷം മുമ്പ് കുരിശിലർപ്പിച്ച യാഗം ആനുകാലിക ലോകത്ത് അവതരിപ്പിക്കുന്നത് വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലൂടെയാണ്. ഫ്രാൻസിസ് അസീസി 2ാം ക്രിസ്തു എന്നറിയപ്പെടുന്നത് തൻ്റെ ജീവിതത്തെ ദാരിദ്ര്യത്തിൽ ഉറപ്പിച്ച് ആ വിശുദ്ധൻ ലോകത്ത് കാട്ടിത്തന്ന മാതൃകയാണ്. അങ്ങനെ ആ മാതൃക കാണിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ക്രിസ്തുവിനെ ആളുകൾ ഓർക്കുന്നത്. ഇതേപോലെ സഹനത്തിലൂടെ കടന്നുപോയവൻ 5 മുറിവുകൾ അവൻ്റെ ശരീരത്തിൽ കണ്ടുവെന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്, ക്രിസ്തുവിനെ പോലെ നിസ്വനായി മാറാൻ, 2ാം ക്രിസ്തുവായി മാറാൻ, ക്ഷമയുടെ, സമാധാനത്തിൻ്റെ ദൂതനായി മാറാനായിട്ട് ഫ്രാൻസിസിന് കഴിയുന്നു. അതുകൊണ്ട് ഫ്രാൻസിസ് ഓർമ്മപ്പെടുത്തുകയാണ്, ആ പറഞ്ഞ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആ ക്രിസ്തുവിൻ്റെ സഹനം യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എന്നെ നോക്കൂ, എന്നിലത് കാണാൻ പറ്റും. ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലൊരു സംഭവമുണ്ട്. ഫ്രാൻസിസ് വഴിയിലൂടെ നടന്നു പോകുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ ഫ്രാൻസിസ് വഴിയിൽ വെച്ച് കുഷ്ഠരോഗിയുടെ മണി കേൾക്കുന്നു. അന്ന് കുഷ്ഠരോഗികൾ മണിയടിച്ചിട്ടാണ് വരിക. അപ്പോൾ മണിയടിക്കുമ്പോൾ അതുവഴി വരുന്നവരൊക്കെ മാറിപ്പോവും. കുഷ്ഠരോഗികളെ സ്പർശിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് പോലും അപകടമായി കരുതിയിരുന്നൊരു കാലത്താണ്, ഇന്നത്തെ പോലെ അല്ല. അങ്ങനെ ഫ്രാൻസിസ് ഒരു മണി വെച്ച് കേൾക്കാൻ ലിയോയോട് പറയുന്നുണ്ട്, ലിയോ, ഏതോ ഒരു കുഷ്ഠരോഗി വരുന്നു. ഫ്രാൻസിസിന് ഏറ്റവും അറപ്പും വെറുപ്പും ഉള്ള ആളാണ് കുഷ്ഠരോഗി. അങ്ങനെയുള്ള കുഷ്ഠരോഗി വരികയാണ്. ആ കുഷ്ഠരോഗി എങ്ങനെ സ്വീകരിക്കും? അപ്പോൾ ലിയോ പറയും, നമുക്ക് വഴി മാറിപ്പോകാം. ഫ്രാൻസിസ് പറയാണ്, ലിയോ, നമ്മളെവിടെ പോയാലും അത് പുറകെ വരും. നമ്മളെവിടെ പോയാലും അത് പുറകെ വരും. കാരണം എന്താ? നമുക്കിഷ്ടമില്ലാത്തതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ച് നമ്മുടെ വിശുദ്ധിയെ വെളിപ്പെടുത്താനുള്ള അവസരം ഒരുക്കുക ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രതിബന്ധം എന്തായാലും വന്നേ തീരും. ഫ്രാൻസിസ് മുന്നോട്ട് തന്നെ നടക്കുന്നു. കുറച്ചങ്ങ് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു മരച്ചുവട്ടിൽ വെച്ച് കുഷ്ഠരോഗിയെ കണ്ടുമുട്ടുന്നു. കുഷ്ഠരോഗിയെ കാണുമ്പോൾ ഉള്ളിൽ അറപ്പും വെറുപ്പും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജ്വലിച്ച് വിശുദ്ധൻ കുഷ്ഠരോഗിയെ ആലിംഗനം ചെയ്യുന്നു. അങ്ങനെ ആലിംഗനം ചെയ്ത അയാളുടെ മുറിവുകളിലൊക്കെ ചുംബിക്കുകയാണ് തിരുതരെ. അത് ക്രിസ്തു സ്നേഹം കൊണ്ട് തന്നെ വെറുപ്പിനെയും അറപ്പിനെയും നിഷേധിച്ച് ഒരു പ്രവൃത്തിയാണ്, ചുംബിക്കുകയാണ്. അങ്ങനെ ചുംബിക്കുന്ന സമയത്ത് ചുംബിക്കുന്ന ഓരോ മുറിവുകളും മാഞ്ഞു പോകുന്നു. അങ്ങനെ ചുംബിക്കുന്ന സമയത്ത് ഓരോ മുറിവുകളും മാഞ്ഞു പോകുന്നു. ഓർക്കണേ, ഇതൊക്കെ നമ്മോട് കൂടിയാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വെറുപ്പും വിദ്വേഷവും ഉള്ളവരെ നാം ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ അവരുടെ മുറിവുകളൊക്കെ ഉണങ്ങിപ്പോകുന്നേ പറയണേ. അങ്ങനെ മുറിവുകളൊക്കെ ഉണങ്ങിപ്പോകുന്നു. അവസാനം 5 മുറിവുകൾ ശേഷിക്കുന്നു, ഉണങ്ങാത്ത 5 മുറിവുകൾ. 5 മുറിവുകളുള്ള അയാളെ കാണുന്നു. അയാൾ ഉടനെ അപ്രത്യക്ഷനാകുന്നു. വിശുദ്ധൻ നിലത്ത് കിടന്ന് വിലപിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അങ്ങനെ കരയുമ്പോൾ ഒരു വഴിപോക്കൻ ലിയോയോട് ചോദിച്ചു, ഇയാൾ എന്ത് ഭ്രാന്തായി കാണിക്കുന്ന, വഴി കിടന്ന് കരയുന്നത്? ലിയോ പറയാണ്, അല്പം മുമ്പ് ഇവിടെ ക്രിസ്തു വന്നിരുന്നു. അല്പം മുമ്പ് ഇവിടെ ക്രിസ്തു വന്നിരുന്നു. അതാണ് വിശുദ്ധൻ കരയുന്നത്. ചുലറ്റം പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിതത്തെ ഈ കൂട്ടിയിണക്കുന്നൊരു പ്രവൃത്തി, ക്രിസ്തു രഹസ്യങ്ങളെ ആനുകാലിക ലോകത്ത് കൂട്ടിയിണക്കുന്നൊരു പ്രവൃത്തി വഴി ജീവിതത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ആളുകളാണ് വിശുദ്ധാത്മാക്കൾ. വിശുദ്ധ അൽഫോൻസ നമ്മുടെ നാട്ടുകാരിയാണ്. ഭാരതത്തിൻ്റെ മധ്യസ്ഥ എന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ അടുത്ത് ജീവിച്ചിരുന്ന ഒരാൾ ഈ വഴിയെ പുരോഗമിച്ചിട്ട് കാര്യം നേടിയിട്ടുണ്ടെന്നാണ് നമ്മൾ കാണണേ.
അത്ഭുതം പ്രവർത്തിക്കുമോ എന്ന് അന്വേഷിക്കാനാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കാര്യം ആലോചിക്കണം, നമ്മുടെ അടുത്തുള്ള ഒരാൾ, നമ്മുടെ കൂടെ ജീവിച്ച ഒരാൾ അധികം കാലപ്പഴക്കമില്ലാതെ ഈ വഴി ജീവിച്ചിട്ടുണ്ട്. മദർ തെരേസ ഓർക്കുമ്പോൾ നമുക്കതല്ലേ, നമ്മൾ കണ്ട് നമ്മുടെ ജീവിതത്തിൽ കണ്ട ഒരാൾ, ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്ന ഒരാൾ, അയാൾ വിശുദ്ധയായി മാറുമ്പോൾ അയാളുടെ ജീവിതം ദൈവം സ്വീകരിച്ചല്ലോ, അയാൾ പറുദീസയിലായല്ലോ, ഇങ്ങനെ നടന്നാൽ പറുദീസയിലെത്താമല്ലോ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മദർ തെരേസ മരിച്ച സമയത്ത് മദർ തെരേസയുടെ അനുസ്മരണ സമ്മേളനം നടക്കുന്നു. എറണാകുളത്ത് കത്തീഡ്രൽ പള്ളിയുടെ മതിൽക്കെട്ടിനകത്ത് ഒരു സ്റ്റേജിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്ന സമയമാണ്. സെപ്റ്റംബർ 5-ാം തീയതി ഈ സമ്മേളനം നടക്കുമ്പോൾ ഞാനതിൽ പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ അന്ന് പ്രസംഗിക്കുന്ന ഒരാൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ MP ആണ്. അദ്ദേഹം, എൻ്റെ അറിവിൽ അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്, കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്നയാളാണ്. അദ്ദേഹം ദൈവവിശ്വാസിയാണോ എന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഞാനൊരിക്കൽ ഈ മദറിൻ്റെ കാലിൽ തൊട്ടിട്ടുണ്ട്. കൽക്കത്തയിലെ അഴുക്കുപുരണ്ട തെരുവിലൂടെ നടന്നുപോയ ആ വിശുദ്ധയുടെ കാൽപാദത്തിൽ സ്പർശിച്ചപ്പോൾ ഞാൻ ചെയ്ത സകല പാവങ്ങളും കഴുകിപ്പോയി എന്ന അനുഭവമാണ് എനിക്കുണ്ടായത്. ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ ഓർക്കുന്നുണ്ടാകില്ല പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ സ്പർശിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സംവേദനാത്മകമായ അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവം വിശുദ്ധാത്മാക്കളുടെ ജീവിതം നമുക്ക് പകർന്നു നൽകും. അതുകൊണ്ട് വിശുദ്ധരോടുള്ള മാധ്യസ്ഥം അവഗണിക്കാവുന്നതല്ല. യേശു ഏക മധ്യസ്ഥനായിരിക്കെ തന്നെ ക്രിസ്തുവിനോട് നമ്മെ ചേർത്ത് നിർത്തുന്ന പരിശുദ്ധമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും കൂട്ടായ്മയും നമുക്ക് പ്രചോദനാത്മകമാണ്. അത് ക്രിസ്തുവിൽ നിലനിൽക്കാൻ ആവശ്യമാണ്. ഇനി നമ്മൾ ഈ ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ മറുഭാഗം നമ്മുടെ ഭക്തിയും വണക്കമൊക്കെ എങ്ങനെയുള്ളതാണെന്നാണ്. വിശ്വാസം അനർഗളമായൊരു പ്രവാഹമല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. വിശ്വാസത്തിൽ അങ്ങനെ ഒഴുക്കിപ്പോകാൻ സാധ്യമല്ല. അപ്പോൾ അതിന് തടസ്സങ്ങളുണ്ടാവും. ആ തടസ്സങ്ങളിൽ ദൈവത്തോട് നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു ഭാഗമാണ് ഭക്തി. യഥാർത്ഥ ഭക്തി എന്താണെന്ന് യാക്കോബ് 1:26 പഠിപ്പിക്കുന്നുണ്ട്. ഭക്തി എപ്പോഴും കാരുണ്യത്തിൽ, സ്നേഹത്തിൽ, പരസ്നേഹത്തിൽ ഊന്നി അനുഭവിക്കേണ്ട ഒന്നാണ്. എന്നാൽ ഇങ്ങനെ പരസ്നേഹ പ്രവൃത്തികൾ വഴി ജീവിതത്തെ വിശുദ്ധിയിലേക്ക് ഉയർത്തിയ വിശുദ്ധാത്മാക്കളുമായുള്ള സംസർഗം യഥാർത്ഥത്തിൽ നമ്മെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പുരോഗമിപ്പിക്കും. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 946 പറയുന്നുണ്ട്, പുണ്യവാന്മാരോടുള്ള ഐക്യമാണ് യഥാർത്ഥത്തിൽ സഭ. ഒരു കൂട്ടായ്മയാണ് സഭ. ഒറ്റ മനുഷ്യനായിട്ട് ക്രിസ്തുവിൽ എല്ലാവരും ഒന്നായിത്തീരുന്നു. അതുകൊണ്ട് പുണ്യവാന്മാരുടെ ഐക്യമാണ് അതിൽ പരമപ്രധാനം. ആ പുണ്യവാന്മാരോടുള്ള ഐക്യം എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ കാണിക്കാൻ പറ്റുക? വിശുദ്ധരോടുള്ള വണക്കത്തിലൂടെയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വിശുദ്ധരെ വണങ്ങുമ്പോൾ കേവലം വിശുദ്ധരെ വണങ്ങുന്നു എന്നിടത്തല്ല നമ്മൾ നിൽക്കുന്നത്. വിശുദ്ധരോടുള്ള വണക്കം, പരിശുദ്ധമയോടുള്ള വണക്കം ഒക്കെ ചെന്നെത്തുന്നത് ദൈവാരാധനയിലേക്കാണ്, ദൈവത്തിലേക്കാണ് മിഴി ഉയരുന്നത്. ക്രിസ്തുവിനെ പ്രതി സഹിച്ച് മരിച്ച ഒരാളെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന് ഹൃദയം കൊണ്ട് ആരാധിക്കാൻ തുടങ്ങുകയാണ്. ആ മാർഗത്തെ നമ്മൾ അംഗീകരിക്കുകയാണ്, ആ മാർഗത്തെ സ്വീകരിക്കുകയാണ്. അങ്ങനെ വിശുദ്ധാത്മാക്കളുള്ള പുണ്യത്തെയാണ് നമുക്ക് സഭ നൽകുന്നത്. ഇതൊരു കൂട്ടായ്മയാണ്. 2 കാര്യങ്ങൾക്കാണ് പ്രധാനമായും സഭ വിശുദ്ധാത്മാക്കളെ നമുക്ക് നൽകുന്നത്. ഒന്ന്, അവരുള്ള വണക്കം, അൾത്താര വണക്കം. 2, അവരുടെ ജീവിത മാതൃക. അൾത്താര വണക്കത്തിൻ്റെ കാര്യം ഇതാണ്, അതൊരു പ്രത്യാശ നൽകുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും സവിശേഷമായ പറുദീസാനുഭവത്തെ സഭ ഓർക്കുകയും അത്തരത്തിൽ ജീവിക്കാൻ സഹായമാകും അവരുടെ മാധ്യസ്ഥം എന്ന നിലയ്ക്ക് അവരെ വണങ്ങുകയും ചെയ്യും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമുക്ക് ഡൽഹിയിലൊന്ന് പോകണം, സിമ്പിളായൊരു കാര്യമാണ്. ഡൽഹി വരെ ഒന്ന് പോകണം. അപ്പോൾ നമുക്കൊരു പരിചയമുള്ള സ്ഥലമല്ലെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഉടനെ അന്വേഷിക്കുന്നത് എന്തായിരിക്കും? നമുക്കവിടെ പരിചിതനായ ആരെങ്കിലും ഉണ്ടോ? പരിചിതനായ ഒരാളുണ്ടെങ്കിൽ എന്തായി? നമുക്ക് എളുപ്പമായി. നമ്മൾ അയാളെ വിളിച്ച് പറയാം, ഞാനിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അയാൾ പറയും, ഇവിടെ വേണ്ട ക്രമീകരണങ്ങൾ ഞാൻ നടത്താം. അപ്പോൾ നമുക്കൊരു ഉറപ്പായി, പോകാനുള്ള ടെൻഷൻ മാറി. ഒരു അപരിചിതമായ സ്ഥലത്ത് പോകുന്നതിൻ്റെ ആ പ്രയാസം മാറി. ഇത് നമുക്ക് ഈസി ആയിട്ട് പോകാം. അതേപോലെ ഈ പറുദീസയിലേക്കാണല്ലോ നമ്മൾ പോകേണ്ടത്, ആദ്യത്തെ സന്തോഷത്തിലേക്ക്. ആ സന്തോഷത്തിലേക്ക് തിരികെ പോകാനുള്ള ഈ യാത്രയെ എളുപ്പമാക്കാൻ അത് ട്രെയിനുണ്ട്. ട്രെയിനിൽ കയറിയാലാണ് നമ്മൾ പോവുക. എന്തായാലും ട്രെയിൻ ഡൽഹിയിലെത്തും. പക്ഷേ ആ പോക്കിൽ നമ്മെ സഹായിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായി, ടെൻഷനില്ലാതെ പോകാം. ഇപ്പം നമ്മളൊരു യാത്ര പോകാം, വേറൊരു യാത്ര പോവുകയാണ്. ആ യാത്രയിൽ നമ്മോട് കൂടെ യാത്ര ചെയ്ത് പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായി. ഇനി നമുക്ക് കണ്ണടച്ചിരിക്കാം, ടെൻഷൻ വേണ്ട. അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും സ്ഥലം നോക്കണം, സമയം നോക്കണം, എത്തുമോ, സ്ഥലത്ത് ഇറങ്ങാൻ പറ്റുമോ, നമ്മൾ ഉറങ്ങിപ്പോകുമോ, ഭയം ഉണ്ടാവും. ഇതൊട്ടും ഭയക്കേണ്ട കാര്യമില്ല. മറ്റേയാൾക്ക് കൃത്യമായി കാര്യം അറിയാം.
അങ്ങനെ നമ്മളെ സഹായിക്കാൻ ഒരാൾ കൂടെ ഉണ്ടാവലാണ് യഥാർത്ഥത്തിൽ വിശുദ്ധാത്മാക്കളുടെ സഹായം, മാധ്യസ്ഥം എന്ന് പറയുന്നത്. അതായത് കോവളത്തേക്ക് ഒരു ബോർഡ് ഇരിക്കുന്നതാണോ, കോവളത്തേക്ക് പോകുമ്പോൾ കൂടെ ഒരാൾ സഹായത്തിനുള്ളതാണോ എളുപ്പം കൂടെ ഒരാളുള്ളതാണ്. വിശുദ്ധ ഗ്രന്ഥവും വചനമൊക്കെ നമ്മുടെ അടുത്തുണ്ട്. അതൊക്കെ ഇങ്ങനെ സൈൻ ബോർഡുകളായിട്ടിരിക്കുന്നു. ആ സൈൻ ബോർഡുകളിലേക്ക് നോക്കിയാൽ നമുക്കവിടെ പോകാം, തീർച്ചയായിട്ടും പോകാം. പക്ഷേ ഈ സൈൻ ബോർഡ് നോക്കി നമ്മൾ പോകുമ്പോൾ ഇടവഴി തിരിയുന്ന നമ്മൾ അറിയുന്നില്ല, വഴികളൊക്കെ മാറിപ്പോകുന്ന അറിയുന്നില്ല. അവിടെ നമ്മൾ ടെൻഷൻ പിടിക്കേണ്ടതുണ്ട്. ഈ അസ്വസ്ഥതയില്ലാതെ, വഴി തെറ്റാതെ ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കാൻ ജീവിതത്തിൽ സാമാന്യതയിൽ എങ്ങനെ കഴിയുമെന്ന് വെളിപ്പെടുത്തിയ വിശുദ്ധാത്മാക്കളെ നമ്മൾ വണങ്ങുന്നു. അവർ സ്വർഗത്തിലെത്തിയതിൻ്റെ പേരിൽ ഇതൊരു പ്രത്യാശ നൽകുന്ന കാര്യമാണ്. ഞാനും നിങ്ങളും ഇതേ വിശുദ്ധിയിലേക്കും ഇതേ പറുദീസയിലേക്കും വിളിക്കപ്പെടുന്ന യേശു ക്രിസ്തുവിൽ നമുക്കും ഇങ്ങനെ പോകാൻ കഴിയും. അതുകൊണ്ട് വിശുദ്ധ ജീവിത മാതൃക ഒന്ന് വണക്കത്തിനുള്ളതാണ്, അൾത്താരെ വണങ്ങുക. രണ്ടാമത്തെ കാര്യം അവർ മാതൃകയാണ്. വിശുദ്ധരുടെ ജീവിത വഴികൾ ക്രിസ്തുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്നവയാണ്. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടതെന്ന് വെച്ചാൽ പരിശുദ്ധമ്മയെ നോക്കിയാൽ, പരിശുദ്ധമ്മയുടെ ജീവിതം നമ്മളിങ്ങനെ നോക്കിയാൽ ജീവിതത്തിൽ കുരിശോളം എത്തിച്ചേരുന്ന അമ്മയുടെ നടപ്പ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആ വിരൽത്തുമ്പ് പിടിച്ച് പോകാൻ പറ്റും. വിശുദ്ധ അന്തോനിയെ നോക്കിയാൽ നമുക്ക് പോകാൻ പറ്റും. വിശുദ്ധ കൊച്ചുവേശയെ നോക്കിയാൽ നമുക്ക് പോകാൻ പറ്റും. വിശുദ്ധാത്മാക്കളൊക്കെ നോക്കിയാൽ ക്രിസ്തുവിലേക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ പോകാൻ പറ്റുക, അവന് വഴിതെറ്റാതെ അവനെ ചേർന്ന് നിന്ന് എങ്ങനെ പോകാൻ പറ്റുമെന്ന് പഠിക്കാൻ പറ്റും. മാതൃകയാണ്. എങ്ങനെ ദാരിദ്ര്യം അനുഷ്ഠിക്കണം, എങ്ങനെ അനുസരണം പാലിക്കണം, എങ്ങനെ സ്നേഹത്തിൽ വർത്തിക്കണം, എങ്ങനെ ക്ഷമിക്കണം, എങ്ങനെ സഹനങ്ങൾ ഏറ്റെടുക്കണം, ഇതൊക്കെ മാതൃകയാണ്. അപ്പോൾ ഈ മാതൃകകൾ സഭ നമുക്ക് നൽകുന്നു. അതുകൊണ്ട് വിശുദ്ധരോടൊത്തുള്ള ജീവിതം പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധരോടൊത്തുള്ള ജീവിതത്തിന് സഹായകമാകുന്ന ഒരു കാര്യമാണ് നവനാൾ പ്രാർത്ഥനകൾ. നമ്മൾ അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത്. നവനാൾ പ്രാർത്ഥന എന്തിനാണ്, എങ്ങനെയാണ് അതിൻ്റെ പ്രാധാന്യം എന്താണ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? പല നവനാളുകളും നാട്ടിലുണ്ട്. നവനാളുകളൊക്കെ വിശുദ്ധരുടെ പുണ്യമാതൃകൾ പറഞ്ഞുകൊണ്ടല്ല പരസ്യപ്പെടുത്തുന്നത്. ഇവൻറ്റ് മാനേജ്മെൻറ്റുകാർ പരസ്യപ്പെടുത്തുകയാണല്ലോ ഇപ്പോൾ നവനാളുകളും പ്രാർത്ഥനകളും ഒക്കെ. ഒരു ബിസിനസ്സായി മാറുന്നു, കച്ചവടം അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതൊന്നും നിഷേധിക്കാൻ കഴിയാത്ത തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിശുദ്ധൻ്റെ നവനാൾ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു നവനാൾ നാം പങ്കെടുക്കുന്നു എന്ന് വെച്ചാൽ 9 ആഴ്ചകളിൽ 9 നാളുകളിൽ ഒരേ പ്രാർത്ഥന നാം ചൊല്ലുന്നു. ഒരു വിശുദ്ധൻ്റെ പുണ്യമാതൃകയെ നമ്മൾ അനുകരിക്കുന്നു. ഈ 9 ആഴ്ചയ്ക്കുള്ള പ്രത്യേകത എന്താണ്? ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ വൈകുന്നേരം എത്തുമ്പോൾ തന്നെ നമ്മൾ മറന്നുപോകും. ഒരാഴ്ചയാകുമ്പോൾ നമ്മൾ അത് പൂർണ്ണമായിട്ടും മറന്നുപോകും. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പഠിക്കാൻ എളുപ്പമുള്ള ഒരു കാര്യം ഓരോ ആഴ്ചയും റിവിഷൻ ചെയ്യുക. ഓരോ ആഴ്ചയും അവസാന ദിവസം റിവിഷൻ ചെയ്താൽ നമുക്ക് ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എല്ലാം മറന്നുപോയതായിരിക്കും, പക്ഷേ റിവിഷൻ ചെയ്യുമ്പോൾ കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ ഓർമ്മയെ നിലനിർത്താനായിട്ട് നിരന്തരമായ ഒരു പരിശീലനം നമുക്ക് നമ്മുടെ മനസ്സിന് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഒരാഴ്ച വിശുദ്ധ അന്തോനീസിൻ്റെ നവനാൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതെന്ന് കരുതുക. ഇന്ന് അന്തോനീസിൻ്റെ നവനാൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനാ? കല്യാണം നടക്കാനാണ്, കാണാതെ പോയ കാര്യങ്ങൾ നടന്നു കിട്ടാനാണ്, അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഒട്ടുമേ വിശുദ്ധനോടുള്ള സ്നേഹം കൊണ്ടോ വിശുദ്ധൻ്റെ വഴിയിലൂടെ പോയാൽ ക്രിസ്തുവിൻ്റെക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാമെന്നോ വിശുദ്ധൻ്റെ സഹായം ജീവിതത്തിൽ ഉണ്ടാകുന്നൊന്നും വിചാരിച്ചിട്ടല്ല. അവിടെയാണ് ഈ അബദ്ധം സംഭവിക്കുന്നത്. വിശുദ്ധൻ്റെ പുണ്യത്തെയാണ് ഓർക്കുന്നതെങ്കിൽ അനുസരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധൻ്റേത്. വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള ഭക്തി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധൻ്റേത്. ആ വഴിയാണെന്ന് ചിന്തിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അനുസരണക്കേടുള്ളവരാണ്. വിശുദ്ധൻ്റെ അനുസരണത്തെക്കുറിച്ചാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനുസരണത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരാഴ്ച പിന്നിടുമ്പോൾ കാണാൻ പറ്റും നിരവധി പ്രാവശ്യം ഈ അനുസരണത്തിൽ നമ്മൾ വീണുപോയിട്ടുണ്ട്. വീണ്ടും നമ്മൾ വിശുദ്ധൻ്റെ അനുസരണത്തെക്കുറിച്ച് ധ്യാനിച്ച് അടുത്ത ആഴ്ച പോകുമ്പോൾ കഴിഞ്ഞ ആഴ്ചത്തേക്കാളും കുറച്ച് അനുസരണക്കേടുകളെ ഇല്ലാണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും അനുസരണം പാലിച്ച വിശുദ്ധ അന്തോനീസ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായി മാറി, വിശുദ്ധനായി മാറി, ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി എന്നുള്ളതൊരു പ്രചോദനാത്മകമായ കാര്യമായിട്ട് മാറും. ഇങ്ങനെ 9 ആഴ്ച കടന്നു പോകുമ്പോൾ നമ്മളൊരു വഴി പരിശീലിക്കാൻ തുടങ്ങി, അനുസരണത്തിലേക്കുള്ളൊരു വഴി. ഇന്ന് വിശുദ്ധൻ അത്ഭുതം ചെയ്യുമോ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. 9 ആഴ്ച പോയാൽ കണക്ക് വെച്ച് 9ാമത്തെ ആഴ്ച അത്ഭുതം പ്രവർത്തിച്ച് തരുമോ എന്നൊരു വെല്ലുവിളിയായി ഇന്നത് മാറുന്നുണ്ട്. നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും, വിശുദ്ധൻ കല്യാണം നടത്തിത്തരും, കാണാതെ പോയ വസ്തുക്കൾ നേടിത്തരും എന്ന് ഉപകാരസ്മരണകൾ എന്ന വ്യാജേന നടത്തുന്ന പ്രചരണങ്ങളിലൂടെ ഇന്ന് ഈ പണി നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നവനാളുകൾക്കകത്ത് സംഭവിക്കുന്ന ഉൾപ്പിഴവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ നവനാളുകൾ ഒരു ഉപകാരത്തിൻ്റെ മാർഗ്ഗമാണ്. വിശുദ്ധാത്മാക്കളോടെല്ലാം, എല്ലാ വിശുദ്ധാത്മാക്കളോടും നമ്മൾ പ്രാർത്ഥിക്കുന്നത് സഹനം മാറ്റിത്തരണമെന്നാണ്. ഈ വിശുദ്ധാത്മാക്കളൊക്കെ സഹനത്തിലൂടെ കടന്നുപോയവരാണ്.
ആ സഹനങ്ങളെയൊക്കെ പുണ്യവഴികളായി സ്വീകരിച്ചവരാണ്, ക്രിസ്തുവിനെ അതിലൂടെ അനുഭവിച്ചവരാണ്. ആ അനുഭവമാണ് പർദീസ അനുഭവത്തിലേക്ക് അവരെത്തിച്ചത്. ആ വിശുദ്ധാത്മാക്കളെ നമ്മൾ അവഹേളിക്കുകയാണ്. ആ വിശുദ്ധാത്മാക്കളുടെ പുണ്യജീവിതത്തെ തള്ളിക്കളഞ്ഞിട്ട് ഈ ലൗകികമായ ജീവിത സാഹചര്യങ്ങളെ ഏറ്റവും എളുപ്പത്തിൽ സാധ്യമാക്കി തീർക്കാൻ, സഹന വിമുക്തമാക്കാനുള്ള ടോണിക്കുകളായി വിശുദ്ധാത്മാക്കളുള്ള ഭക്തി മാറിപ്പോകുന്നു. അവിടെയാണ് നവനാളുകൾ അപകടത്തിൽപ്പെടുന്നത്. ഒരു നവനാളും നമ്മെ സംബന്ധിച്ച് അവഗണിക്കാവുന്നതല്ല. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഒരു നവനാളിൽ ഒരിക്കൽ പങ്കെടുക്കാനിടയായി. അഗസ്തീനോസിൻ്റെ നവനാൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്ന നവനാളാണ്. ആ പ്രാർത്ഥനകൾ മുഴുവൻ ശ്രദ്ധിച്ചാൽ കണ്ണീരില്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല. എങ്ങനെയാണ് വിശുദ്ധൻ മാനസാന്തരപ്പെട്ടത്? അതേപോലെ ക്രിസ്തുവിനായി ജ്വലിക്കാൻ, ജീവിത വഴികളെ, ആസക്തികളുടെ വഴികളെ വിട്ട് ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ആ നവനാൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്. പക്ഷേ അവിടെ നവനാളുകളിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം പേരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് എൻ്റെ കാര്യം നടത്തിത്തരണേ, അതിന് ശക്തനായ ഒരാളാണ് നീയെങ്കിൽ നടത്തിത്തരണേ എന്നാണ്. അതുകൊണ്ടാണ് ഈ നവനാൾ കേന്ദ്രങ്ങളൊക്കെ ശക്തിയുടെ കാര്യത്തിൽ മത്സരിച്ച് ബോർഡുകൾ, ഫ്ലെക്സ് ബോർഡുകൾ വരെയും വയ്ക്കാം. അങ്ങനെ വെച്ചുകൊണ്ടാണ് ഈ കച്ചവടം പുരോഗമിക്കുന്നത്. അതിനിടയ്ക്ക് ഈ വിശുദ്ധൻ്റെ പുണ്യമാതൃകയും ആ വിശുദ്ധനോടുള്ള മാധ്യസ്ഥം വഴി ക്രിസ്തുവിൽ നേടാനുള്ള ഉന്നതിയും നമ്മൾ മറന്നുപോകുന്നു. അങ്ങനെ വിശുദ്ധ അന്തോനീസിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കുന്നു. ആരോടാണിത് പ്രാർത്ഥിക്കുന്നത്? കല്യാണം കഴിക്കേണ്ടെന്ന് വെച്ച് ക്രിസ്തുവിനോട് കൂടെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്ന് അവിടുത്തെ ജീവിതം കൊണ്ടും മെച്ചപ്പെട്ട വിശുദ്ധനാകാൻ, എളുപ്പമാകാൻ കഴിയില്ലെന്ന് വിചാരിച്ചിട്ട്. കാരണം അവിടെ 5 പേര് വന്ന് താമസിക്കുകയാണ്, ഫ്രാൻസിസ്കൻ സഭയിൽ 5 പേർ. അപ്പോൾ അന്ന് അവരെ പരിചരിച്ചിരുന്നത്, അഗസ്റ്റീനിയൻ സഭയിൽ അവരെ പരിചരിച്ചിരുന്നത് വിശുദ്ധ അന്തോണിയാണ്. ഒരു ദിവസം കഴിഞ്ഞ് അവർ മൗറീഷ്യസിലേക്ക് പോകും. അപ്പോൾ അവരെ പരിചരിച്ചു. അവർ മൗറീഷ്യസിലേക്ക് പോയി. 5 പേരും കൊല്ലപ്പെട്ടു. അങ്ങനെ 5 പേരും കൊല്ലപ്പെട്ടപ്പോൾ 5 രക്തസാക്ഷികളായി. അന്തോണിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. നമ്മളിങ്ങനെ പരിചരിച്ചൊക്കെ നിൽക്കും, ആളുകൾ പോയി വിശുദ്ധരാകും ഒറ്റ ദിവസം കൊണ്ട്, നമുക്ക് പറ്റണില്ലല്ലോ. ഈ വേദന കൊണ്ട് അഗസ്റ്റീനിയൻ സഭ വിട്ട് ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന് മിഷണറിയായി പോകാൻ വേണ്ടി ശ്രമിച്ച് അതിൽ പരാജയപ്പെട്ട് പാണ്ഡിത്യമുള്ള പ്രസംഗത്തിലൂടെ മറ്റുള്ളവരെ പരിശീലിപ്പിക്കാൻ വേണ്ടി സഭ നിയോഗിച്ച ആളാണ് വിശുദ്ധ അന്തോനീസ്. അഴുകാത്ത നാവുള്ളയാൾ, അത്രത്തോളം വിശുദ്ധമായ വചനങ്ങൾ നാവിലൂടെ പ്രസരിച്ചിരുന്ന, വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാൻ ശക്തമായ അഭിഷേകം ലഭിച്ച വിശുദ്ധാത്മാവാണ്. നാവഴുകിയില്ലെന്നാണ് പറയണേ. അത്രത്തോളം വിശുദ്ധനായ ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കാണാതെ പോയ കമ്മൽ കാണിച്ചു തരണേന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മുടെ ജീവിതത്തിൽ കല്യാണം നടക്കാണ്ട് മാധ്യസ്ഥം വഹിക്കണമെന്ന് ആരോടെ കല്യാണം കഴിക്കാത്ത ആളോട്? വിശുദ്ധാത്മാവിനോട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നില്ല എന്ന് വെച്ചാൽ സംഭവിക്കുന്നുണ്ട്, സംഭവിക്കാതിരിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദൈവം ഇതെല്ലാം നടത്തിത്തരുന്നയാളാണ്. വിശുദ്ധാത്മാക്കൾ നമ്മുടെ സങ്കടങ്ങൾ കാണുമ്പോൾ മനസ്സലിവുള്ളവരാണ്. അവർ ദൈവത്തിൻ്റെ സന്നിധി, യേശുവിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അവർ നമ്മുടെ അപേക്ഷകളെയും വഹിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കെന്തോരം ഗുണം ചെയ്യുന്നുണ്ട്. നമുക്ക് കല്യാണം തന്നാലാണോ ഗുണം ചെയ്യുക, ക്രിസ്തുവിനോട് ചേർന്നാലാണോ ഗുണം ചെയ്യുക? ആത്യന്തിക ലക്ഷ്യമായി വെക്കേണ്ട ക്രിസ്തുവിനോട് ഐക്യപ്പെടാനുള്ള, അല്ലെങ്കിൽ ദൈവത്തിൽ എത്തിച്ചേരാനുള്ള, പരിപൂർണതയിൽ എത്തിച്ചേരാനുള്ള മാർഗമായി വിശുദ്ധാത്മാക്കളുടെ സഹായം സ്വീകരിക്കേണ്ടതിന് പകരം ലൗകിക ക്ലേശങ്ങളെ പരിഹരിക്കാൻ നാം ശ്രമിക്കുന്നു. അപ്പോൾ ഒരു സഹോദരനോട് ഒരു ടോക്കിനിടയ്ക്ക് ചോദിച്ചൊരു കാര്യമാണ്, ഈ സഹനങ്ങളൊക്കെ തരുന്ന ദൈവമാണെങ്കിൽ പിന്നെ ക്രിസ്തു ഒന്നുള്ള സഹനങ്ങൾ മാറ്റി. യേശു ആരുടെ സഹനം മാറ്റി എന്നാണ് പറയണേ? 38 വർഷമായിട്ട് ബെത്സേദ കൊളക്കടയിൽ കിടക്കുന്ന ഒരാളെ സുഖപ്പെടുത്തി. അവിടെ കുറേ ആളുകൾ കിടപ്പുണ്ട്. ഒരാളെ, ഒരു രക്തസ്രാവക്കാരിയെ കുറേ ആളുകളുടെ ഇടയ്ക്ക് യേശുവിന് മൊത്തത്തിൽ അങ്ങ് തീർത്താൽ പോരെ, സഹനം തീർക്കാനാണെങ്കിൽ? എന്തിനാണ് അവിടെ അത് ചെയ്യുന്നത്? കാനാൻകാരി വിധവയുടെ മകളെ സുഖപ്പെടുത്തുന്നത് എന്തിനാ? ഒറ്റ ഉദ്ദേശമുള്ളൂ, വിശ്വാസം പ്രഘോഷിക്കാനാ. യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്താനാണ്. ഞാനാണ് നിങ്ങളുടെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ വന്നവൻ, ഈ സഹനങ്ങളെ ജയിക്കാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നവൻ, ലോകത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ വന്നവൻ, നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേലും അധികാരമുള്ളവൻ, ആത്മാവിൻ്റെ മേൽ അധികാരമുള്ളവൻ, പൈശാചികതയെ തോൽപ്പിക്കാൻ അധികാരമുള്ളവൻ. ഇതെല്ലാം കുരിശിൽ ഞാൻ സഹനം മുഖേന വെളിപ്പെടുത്തുമ്പോൾ ആ വെളിപ്പെടുത്തലിനെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ജീവിത വഴിയിൽ ഇതൊക്കെ ചെയ്തു പോയത്. അല്ലാതെ യേശു എല്ലാ സഹനങ്ങളെയും അവിടെ വെച്ച് ഇല്ലാണ്ടാക്കല്ല. യേശു സഹനങ്ങൾ ഏറ്റെടുക്കുന്ന കുരിശിലാണ്. അങ്ങനെ യേശുവിനോട് ഐക്യപ്പെടുന്നവർക്ക് സ്വന്തം സഹനങ്ങളെ കുരിശായി കാണാനും അത് മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കാനും കഴിയുമ്പോൾ അവർ രക്ഷയിലേക്ക് പ്രവേശിക്കും. ഒരു സഹനവും മോശപ്പെട്ടതായി കരുതണ്ട. ഈ സഹനം എന്ന് പറഞ്ഞ വാക്ക് തന്നെ നമ്മൾ ചിന്തിക്കണം. സഹനം എങ്ങനെ ഉണ്ടാകുന്നതാ? നമുക്കൊരു രോഗം വരുന്നു. രോഗം വരുമ്പോൾ ശരീരം സഹിക്കുന്നു, മനസ്സ് സഹിക്കുന്നു, സമ്മർദ്ദപ്പെടുന്നു. ആത്മാവ് എന്തായിരിക്കും അപ്പം ചെയ്യുക? ആത്മാവ് സഹിക്കുകയാണോ സന്തോഷിക്കുകയാണോ?
ആത്മാവ് ദൈവത്തിലേക്ക് ഉദ്ഗതിതമാകുന്ന അതിൻ്റെ അവസ്ഥയെ ഓർത്തിട്ട്, ദൈവത്തിലേക്കെങ്കും ഉയർന്നു പോകുന്ന അവസ്ഥ ഓർത്തിട്ട് ആത്മാവ് സന്തോഷിക്കുകയാണ്. മനസ്സ് പറയാണ് കഷ്ടമാണ് കേട്ടോ, നീ ചത്തുപോകും എന്ന് പറഞ്ഞ് മനസ്സ് പേടിപ്പിക്കുകയാണ്. അങ്ങനെ മനസ്സനുഭവിക്കുന്ന നിങ്ങളുടെ പേരാ സഹനം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ദാരിദ്ര്യാവസ്ഥയപ്പെടുന്നു, ഇല്ലായ്മപ്പെടുന്നു, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുക. പക്ഷെ നമ്മൾ ഓർക്കണേ എന്താ? നമ്മുടെ മനസ്സ് പറയണേ എന്താ? നീ എന്തൊരു കഷ്ടം പിടിച്ച മനുഷ്യനാന്നാ. ലോകത്തെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിച്ച ആളാണ് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ പോകണമെങ്കിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ നിങ്ങൾക്കുള്ളവ ഉപേക്ഷിച്ച് വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ സംഭവം നടക്കുന്ന സമയത്ത് നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് ഇതിനെ മറികടക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് മനസ്സിൻ്റെ വ്യാകുലമാണ്. മനസ്സിന് എന്താ വ്യാകുലം ഉണ്ടാകാൻ കാരണം? മനസ്സ് ലോകത്തിലാണ്. അങ്ങനെ ലോകത്തിലായ മനസ്സും ആത്മാവും തമ്മിലുള്ള സമ്മർദ്ദമാണ് സഹനമായിട്ട് അനുഭവപ്പെടുക. അതുകൊണ്ട് സഹനങ്ങളെന്ന് പറയുന്നതിനെയൊക്കെ യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ പ്രവൃത്തിയായും സഹനത്തിന് കാരണമാകുന്നവ രക്ഷയിലേക്കുള്ള ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായി തിരിച്ചറിയുമ്പോഴാണ് സഹനങ്ങളില്ലായ്മയായി പോകുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധാത്മാക്കൾ സഹനങ്ങളെ സ്വീകരിച്ചത്. വിശുദ്ധ അൽഫോൻസാമ്മ പ്രാർത്ഥിക്കണം, എൻ്റെ ലൗകിക ആശ്വാസങ്ങളെല്ലാം കയ്പായി പകർത്തണമേ. ലോകത്താരെങ്കിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണോ? എൻ്റെ ലൗകിക ആശ്വാസങ്ങൾ, എനിക്ക് കിട്ടാനുള്ള ആശ്വാസങ്ങളൊക്കെ കയ്പായി പകർത്തണമേ. അവിടെ ആ പ്രാർത്ഥനയുടെ ലക്ഷ്യം ആലോചിക്കണം. ക്രിസ്തുവിനോട് ഐക്യപ്പെടാനുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ട് ഈ ലോകത്തിൻ്റെ ഒരാശ്വാസവും എനിക്ക് വേണ്ട, അത് കുച്ചിഷ്ടം പോലെ തള്ളാൻ പറ്റുകയാണ്. കൊറിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞങ്ങളിപ്പോൾ ചപ്പും ചവറും പോലെയും എല്ലാറ്റിൻ്റെയും ഉച്ചിഷ്ടം പോലെയുമായി തീർന്നിരിക്കുന്ന അപ്പോസ്തലനായി വിളിക്കപ്പെട്ടപ്പോൾ ഹൃദയത്തിലുണ്ടായ അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധാത്മാക്കളുള്ള ഭക്തി എന്ന് പറയുന്നത് കേവലമായി കാര്യസാധ്യത്തിനുള്ള ഒരു ഉപകരണമല്ല. അങ്ങനെ ഉപകരണമാക്കരുത്. വിശുദ്ധ കൊത്രേസ്യയോട് ചുമ മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്. ക്ഷയം വന്നപ്പോഴും രക്തം ഛർദ്ദിച്ചപ്പോഴും ക്രിസ്തുവിനെ വിടാതെ മുറുകെ പിടിച്ച ആ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞ നിൻ്റെ ആ പുണ്യമുണ്ടല്ലോ, അനുസരണത്തിൻ്റെയും സഹനത്തിൻ്റെയും വഴിയിൽ, സ്നേഹത്തിൻ്റെ വഴിയിൽ ഒരു ചെറിയ പ്രവൃത്തി ചെയ്യുന്നത് പോലും ക്രിസ്തുവിലേക്ക് ഐക്യപ്പെടുത്തുമെന്ന ആ ബോധ്യമുണ്ടല്ലോ, അതൊന്ന് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യാൻ പറ്റും. കൊച്ചുരസ്യ പറയുന്ന ഒരു മുട്ടുസൂചി നിലത്തിൽ കൊണ്ട് എടുത്തു വയ്ക്കുമ്പോൾ പോലും അത് ക്രിസ്തുവിനോടുള്ള സ്നേഹപ്രവൃത്തിയാക്കി മാറ്റാമെന്നാണ്. നമ്മളെന്താ ചെയ്യണമെന്നറിയാമോ? നമ്മളൊരു പാക്കറ്റ് മുട്ടുസൂചി മേടിച്ച് നിലത്തിടും, ടോരേനെ പറക്കി വയ്ക്കും. ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി ജീവിതത്തിലുണ്ടാകുന്ന കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ ഒരു മുള്ളെടുത്ത് മാറ്റുമ്പോൾ ആ മുള്ളെടുത്ത് മാറ്റുന്നത് ക്രിസ്തുവിനെ പ്രതിയാണെന്ന് പറഞ്ഞാൽ, നിനക്കിഷ്ടമില്ലാത്തൊരു പ്രവൃത്തി ചെയ്യേണ്ടി വരുമ്പോൾ, ഒരു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ, ഒരു സഹനം ഉണ്ടാകുമ്പോൾ അത് ക്രിസ്തുവിനെ പ്രതിയാണെന്ന് പറഞ്ഞാൽ, ജീവിതത്തെ അനുനിമിഷം ക്രിസ്തുവിനോട് ഐക്യപ്പെടുത്താനുള്ള ലളിത മാതൃകയാണ് കൊച്ചുരസ്യ. ആ കൊച്ചുരസ്യയെ നമ്മൾ എന്തിനായിട്ട് മാറ്റും? ഈ അത്ഭുതമായ രോഗശാന്തി നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അവളെ ഒരു ഉപകരണമാക്കി മാറ്റും. ഇനി നോക്കിക്കോ, മറ്റു വിശുദ്ധരെ നോക്കൂ. അൽഫോൻസാമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നത് സഹനം മാറാൻ വേണ്ടിയാണ്. അവിടെ എഴുതി വച്ചിട്ടുണ്ട്, സഹനം മാറാൻ പ്രാർത്ഥിക്കരുത്, എന്നോട് പ്രാർത്ഥിച്ച കുരിശാണ് ഫലം. കാരണം കുരിശെന്ന് പറയുന്നതിൻ്റെ സൗഖ്യം അനുഭവിച്ച ലഹരിയായി മാറിയ ആളുകളാണ് അവരോട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും അവഹേളനമായിട്ട് മാറും. പക്ഷേ യാക്കോബ്സിയുടെ തിരുസ്വരൂപത്തിന് സ്വർണം ചാർത്താൻ വന്ന ഒരാളെക്കുറിച്ച് അവിടുത്തെ വികാരിയച്ഛനാണ് എന്നോട് പറഞ്ഞത്, അവനെന്തോ കള്ളത്തരം കാണിച്ചിട്ട് അതിൻ്റെ ഓഹരിയും കൊണ്ട് വന്നേക്കാണ്. ആർക്കാണെന്ന് ഓർക്കണം. ജീവിതത്തിൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ആളുകൾക്കാണ് ഔസേപ്പിതാവിന് നോട്ടുമാലിടുക, വലിയ രൂപക്കൂടുണ്ടാക്കി വയ്ക്കുക, എന്നിട്ട് ഭയങ്കരമായിട്ട് കാണുക, മൂർത്തിയാക്കാൻ നോക്കുക. മൂർത്തിയാക്കി കാര്യം കാണാനാ. കൂട് തുറന്ന് കുർബാന എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ സാരം തിരിച്ചറിഞ്ഞ് ജീവിതം കുർബാനയാക്കി മാറ്റിയ ആളുകളാണ് വിശുദ്ധർ. ആ വിശുദ്ധാത്മാക്കളെ കൂട് തുറന്ന് വെച്ച രൂപത്തിന് കുർബാന എങ്ങനെയുള്ളതാ? അതൊരു സജീവമായ ബന്ധമാണ്. സ്വർഗത്തിൽ എപ്പോഴും വിശുദ്ധാത്മാക്കൾ ഈ ബലിമേശയിലാണ്. ഭൂമിയിലെ എല്ലാ ബലിമേശകളിലും പുണ്യവാന്മാരുടെ ഐക്യമുണ്ട്. പരിശുദ്ധമ്മയും സകല വിശുദ്ധരും ചെറിയവരെല്ലാം വലിയവരൊപ്പം പാർത്തുവസിക്കുന്നു, മൃതരെല്ലാവരും ഈ കൂട്ടായ്മയാണ് കുർബാനയ്ക്കകത്ത്. അവിടെ ഒരു കൂടും തുറക്കേണ്ട കാര്യമില്ല, എല്ലാവരും കൂടെയാണ്. നമ്മൾ ഈ കൂട് തുറക്കാൻ പ്രത്യേക പൈസ കൊടുത്ത് കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരു മൂർത്തിയായിട്ട് കാണണം. ഇതൊന്നൊരു പൂജയായിട്ട് തെറ്റിദ്ധരിക്കുകയാണ്. ഈ തെറ്റിദ്ധാരണയാണ് നവനാളുകളെ അപകടകാരികളാക്കി മാറ്റുന്നത്. നവനാളുകൾ ക്രമമായി ക്രിസ്തുവിലേക്ക് പുരോഗമിക്കാൻ, പുണ്യമാർഗങ്ങളിൽ ചരിക്കാനുള്ള ഒരവസരമാണ്. അതിനെ ആ അർത്ഥത്തിൽ തിരഞ്ഞെടുത്താൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ ലൗകിക ക്ലേശങ്ങളാണല്ലോ. അവയെ പരിഹരിക്കാൻ സ്വർഗം നിരന്തരമായി സഹായിക്കുന്നുണ്ട്. ദൈവം ജീവിത വഴികൾ തുറന്നിടുന്നുണ്ട്.
ആ വഴികളിലൂടെ നമുക്ക് പുരോഗമിക്കാൻ പറ്റും. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയണില്ല. സഹനങ്ങളെ അകറ്റാനായിട്ട് നമ്മൾ ബലം പിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സഹനങ്ങൾ സമ്മർദ്ദമായിട്ട് മാറും. സഹനങ്ങളെ ക്രിസ്തുവിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾ ലഘുവായി കണക്കാക്കപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം ലഘുവാണ്. എന്താണ് നുകം? നുകം സ്നേഹമാണ്. എൻ്റെ നുകം സ്നേഹമാണ്. 10 കൽപ്പനയായിരുന്നു പഴയ നുകം, ഇതൊരൊറ്റ കൽപ്പനയാണ്, സ്നേഹമാണ് നുകം. ആ സ്നേഹം വഹിക്കാൻ എളുപ്പമുള്ളതാണ്. എൻ്റെ ഭാരം ലഘുവും. എങ്ങനെയാണ് ഭാരം ലഘുവാകുന്നത്? നിങ്ങൾ കുരിശിൻ്റെ സഹനത്തോട് സ്വന്തം സഹനം ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സഹനം ചെറുതായി കാണാൻ പറ്റും. നമ്മുടെ സഹനങ്ങൾ ചെറുതാണ്. നമ്മളെക്കാൾ സഹിക്കുന്ന അനവധി പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് സഹനമാർഗങ്ങളെ ഇങ്ങനെ കാണാൻ പറ്റുകയും ചെയ്യുമ്പോഴാണ് വിശുദ്ധാത്മാക്കളുള്ള ഐക്യത്തിൽ പുരോഗമിക്കാൻ പറ്റുക. വിശുദ്ധാത്മാക്കളുള്ള ഐക്യത്തിൽ പുരോഗമിക്കുമ്പോൾ നിശ്ചയമായും നമ്മുടെ ജീവിതം അർത്ഥവത്തായി തീരും. ആദ്യം വേണ്ടത് അർത്ഥവത്തായ ഈ നിലനിൽപ്പാണ്. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കില്ലേ? സംഭവിക്കും. വിശുദ്ധാത്മാക്കളുള്ള മാധ്യസ്ഥം വഴി കാര്യങ്ങൾ നടക്കില്ലേ? നടക്കും. എന്തുകൊണ്ടാണ്? അവർ ഇങ്ങനെ ജീവിച്ചത് കൊണ്ടുള്ള യോഗ്യതയുണ്ട് എന്നോർക്കണം. അവർ ഇങ്ങനെ ജീവിച്ചതിൻ്റെ യോഗ്യത കാര്യം കാണാനുള്ള കുറുക്ക് വഴിയായി കാണരുത്. ക്ഷീരമേറും അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ആ അവസ്ഥയിലേക്ക് പോകരുത്. അതുകൊണ്ട് വിശുദ്ധാത്മാക്കൾ നമുക്ക് ചൊരിയുന്ന സുഹൃത മാതൃകകളും സുഹൃത മാധ്യസ്ഥവും ജീവിതത്തെ ക്രിസ്തുവിൽ പുരോഗമിപ്പിക്കാനും രക്ഷ അനുഭവിക്കാനും കാരണമാക്കി മാറ്റുമെങ്കിൽ നിശ്ചയമായിട്ടും നവനാൾ ആചരണങ്ങൾ ഫലവത്താണ്, നല്ലതാണ്. നമ്മുടെ ജീവിതത്തിന് അത് ഉപകാരപ്രദമാണ്. വിശ്വാസത്തിൽ വളരാൻ കഴിയും. വിശ്വാസം പ്രിയപ്പെട്ടവരെ, നവനാൾ പ്രാർത്ഥനകൾ പങ്കുചേരാം. നവനാൾ പ്രാർത്ഥനകൾ പങ്കുചേരണം. ഒപ്പം നമ്മൾ ഈ കാര്യം നടക്കാനുള്ള കുറുക്കുവഴിയായി വിശുദ്ധരെ കാണാതെ ക്രിസ്തുവിൽ പുരോഗമിക്കാനുള്ള ജീവിത മാതൃകകളായും മാധ്യസ്ഥമായും അവരെ സ്വീകരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. അത് ജീവിതത്തെ ആനന്ദദായകമാക്കി മാറ്റും. നിങ്ങളോട് ചെറിയ ഒരു കാര്യം അപേക്ഷിക്കാനുണ്ട്. അത് ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് പ്രചരിപ്പിക്കാനുള്ള ഒരു ശുശ്രൂഷയിൽ നിങ്ങളും പങ്കുചേരണമെന്നുള്ളതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടുതൽ ആളുകളെ പ്രേരിപ്പിക്കുകയും കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം സന്ദേശങ്ങൾ എത്താൻ നമ്മൾ കാരണക്കാരാകുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു സുവിശേഷ പ്രവർത്തനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും നിരന്തരം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതയും സഹനവുമൊക്കെ നിങ്ങൾ അനുഭവിക്കട്ടെ എന്ന് പറയാനുള്ള ഒരു ദുഷ്ടമനസ്സ് ഞങ്ങൾക്കില്ല. നിങ്ങൾ സഹനങ്ങളിൽ ആശ്വസിപ്പിക്കപ്പെടാൻ, ദൈവിക സഹവാസം അനുഭവിക്കാൻ, രക്ഷ അനുഭവിക്കാൻ കാരണമാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.